കിരീടവും ചെങ്കോലും അഴിച്ചുവെച്ച കഥയുടെ തമ്പുരാൻ ലോഹിതദാസ് ഓർമ്മയായിട്ട് 7 വർഷം. 20 വർഷത്തെ ലോഹിതദാസിന്റെ ചലച്ചിത്ര ജീവിതം ജീവിതഗന്ധിയായ സിനിമകളായിരുന്നു മലയാളിക്ക് സമ്മാനിച്ചത്. മെയ് 5 അമ്പഴത്തിൽ കരുണാകരന്റെ മകനായി AK ലോഹിതദാസ് ജനിച്ചു. നീണ്ട 20 വർഷത്തെ ചലച്ചിത്ര ജീവിതത്തിലൂടെ 44 തിരക്കഥകളും 12 സിനിമകളും ലോഹിയുടെ തൂലികയിൽ നിന്നും പിറന്നു. തലമുറയിലേക്ക് കൈമാറി കിട്ടിയ ഭ്രാന്തിൽ നീറിപ്പിടഞ്ഞ ബാലൻ മാഷിന്റെ ആത്മസംഘർഷമായിരുന്നില്ല വാത്സല്യത്തിലെ മേലെടുത്ത് രാഘവൻ നായരുടേത്. അന്യനാക്കിയല്ലേ, കത്തെഴുതിയപ്പോ ഒരു വരി കൂടെ കുടിക്കായിരുന്നു. ബാലേട്ടൻ വരരുതെന്ന്. നിസ്സഹായതയിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ കുടുംബത്തെയാണ് കിരീടത്തിലൂടെ ലോഹി ക്യാൻവാസിൽ പകർത്തിയത്. നിന്റെ അച്ഛനാ പറയുന്നത്, കത്തി താഴെയിടടാ. പ്രമേയം കൊണ്ട് തികച്ചും വ്യത്യസ്തമായിരുന്നു ദശരഥം. വാടകക്ക് ഒരു ഗർഭപാത്രം എന്ന സങ്കല്പം ലോഹി എഴുത്തിന് വിഷയമാക്കിയപ്പോൾ മലയാളി ആ വിഷയം കേട്ട് അമ്പരന്നു. ഭരതത്തിലെ കല്ലൂർ ഗോപിനാഥനെ അനശ്വരമാക്കിയ മോഹൻലാലിന് ആദ്യ ദേശീയ അവാർഡ് ലഭിച്ചു. ഭരതന്റെ സംവിധാന മികവും ലോഹിയുടെ തിരക്കഥാരചനയും സംഗമിച്ചപ്പോൾ അമരവും പാതയവും വൻ ഹിറ്റുകളായി. സിനിമയോടുള്ള തന്റെ ഒടുങ്ങാത്ത ഭ്രമം 2007 നിവേദ്യമായി പ്രേക്ഷകരുടെ മുന്നിലെത്തി. ലോഹി ചിട്ടപ്പെടുത്തിയ കോലക്കുഴൽ വിളി കേട്ടോ എന്ന ഗാനവും പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഒടുവിൽ പ്രേക്ഷകർക്ക് കടുത്ത വേദന പകർന്ന് നിനച്ചിരിക്കാതെ മരണം ലോഹിയെ കോറിയെടുത്തു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.